ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാലയോട് ബന്ധപ്പെടുത്തിയ മൂന്നാമത്തെ ഒരു വിചാരത്തെ ഇന്ന് നാം ധ്യാനമാക്കുമ്പോൾ, അറിഞ്ഞും അറിയാതെയും ഈ പുതിയ കാലം ചില ഭൗതികമായ അബദ്ധപൂർവകമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അന്ധവിശ്വാസത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പം അതിജീവിക്കാനായിട്ട് ജപമാലയോളം കരുത്തുള്ള ആയുധം വേറെയില്ലെന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് തന്നെയാവണം ലൂയി ഡി മോൺഫോർട്ട് പുണ്യവാൻ പറയും, ഒരു കുടുംബം ഒരുമിച്ച് ജപമാലയുടെ വഴികളെ ഹൃദയത്തിലും ജീവിതത്തിലും ചേർത്ത് പിടിച്ച് കഴിയുമ്പം പിശാച് ആ കുടുംബത്തിൽ നിന്നും ഓടിയിറങ്ങിപ്പോകുന്നത് കാണാൻ കഴിയും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളും ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ജപമാല എന്ന പ്രാർത്ഥനയിലൂടെ ഒരു കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്രഭയും പ്രകാശവും കടന്നു വരും. അവിടെ അന്ധകാരത്തിൻ്റെ ഈ അന്ധവിശ്വാസത്തിൻ്റെ എല്ലാ കെട്ടുപാടുകളും അകലാനായിട്ടിടയാവും. ഒരമ്മ പറഞ്ഞ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. മക്കളിങ്ങനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചും ആത്മീയതയെ അവഹേളിച്ചുമൊക്കെ വല്ലാണ്ട് ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളുടെ അടിമകളായിട്ട് കഴിയുമ്പം സങ്കടത്തോടുകൂടെ ഈ അമ്മ തനിക്കറിയാവുന്ന ഏറ്റവും ശക്തിയുള്ള ആയുധമായ ജപമാലയെ ഉപയോഗപ്പെടുത്തി അത് അത്ഭുതമായും അനുഗ്രഹമായും മക്കൾ പതിയെ പതിയെ മാനസാന്തരത്തിൻ്റെ പുണ്യവഴിയോട് ചേർന്നു എന്നൊക്കെ പറഞ്ഞത് ചിന്തിക്കാൻ പോലും ആവില്ല. പഴയ നമ്മുടെ തലമുറയ്ക്ക് അറിയാമായിരുന്ന ഏക പ്രാർത്ഥന ഏത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത് ജപമാല പ്രാർത്ഥന മാത്രമായിരിക്കും. ചില അമ്മച്ചിമാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുതിയ പ്രാർത്ഥനകളൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ജപമാല എന്ന പ്രാർത്ഥന നല്ല വശമുണ്ട്. അതിങ്ങനെ മന്ത്രം പോലെ ഉരുവിടാനായിട്ട് ഊണിലും ഉറക്കത്തിലും നടപ്പിലും ഇരിപ്പിലും കിടപ്പിലുമൊക്കെ അധരത്തിൻ്റെ വിശ്രമമില്ലാത്ത ഒരു മന്ത്രമായിട്ടിത് മാറിയ ഒരുപിടി ജീവിതങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെയും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഏത് അന്ധവിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ കാലത്തെ, ദേശത്തെ, കുടുംബത്തെ, ദേശവാസികളെ ദുരന്തപൂർവമാക്കി തീർക്കുന്ന ഒരുപിടി അനുഭവങ്ങളെ അതിജീവിക്കാൻ ജപമാല ഗുണപരമായി മാറിയിട്ടുണ്ട്. ലയോ 13 മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. 1571 തുർക്കികൾ യൂറോപ്പിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്താനായിട്ടുള്ള തീവ്രശ്രമത്തിൽ കടന്നു വരുമ്പം അവരെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ആയുധം ജപമാല എന്ന ആയുധമാണ്. അഖണ്ഡ ജപമാലയുടെ ആയുധം ഉപയോഗിച്ചപ്പം ഈ യൂറോപ്പിനെ കീഴടക്കാൻ കടന്നു വന്നവർക്ക് പരാജയപ്പെട്ട് പിന്മാറേണ്ടതായിട്ട് വന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ഈ ആയുധത്തെ, അന്ധവിശ്വാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി പിശാചവൻ്റെ സർവ്വസന്നാഹത്തോടും കൂടിയിട്ട് ഈ കാലത്തെ, പ്രത്യേകിച്ചും വിശ്വാസ ജീവിതത്തെ, വിശ്വാസികളെ വല്ലാണ്ട് അപകടപ്പെടുത്താൻ വേണ്ടി കരുതി കാത്തിരിപ്പുണ്ടെന്നറിയണം. നമുക്ക് അതിജീവിക്കാൻ വേണ്ടി ആയുധമായി ജപമാല ഉപയോഗപ്പെടുത്താം. അനുഗ്രഹമായി ഈ ജപവഴികളെ ചേർത്ത് പിടിക്കാം. ഒക്ടോബർ എന്നൊക്കെ പറയുന്നത് എല്ലാ അധരങ്ങളും എല്ലാ വിശ്വാസികളുടെ ഹൃദയവും ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മന്ത്രിച്ചുകൊണ്ട്, എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയെ ആവർത്തിച്ചുകൊണ്ട് അന്തരീക്ഷം മുഴുവനും, ആലയങ്ങളൊക്കെയും, ആരാധനായിടങ്ങൾ മുഴുവനും ഈ മന്ത്രധ്വനിയുടെ പുണ്യാനുഭവത്തിലായിരിക്കുന്ന സുഖമുള്ള അനുഗ്രഹദായകമായ സമയവും സാഹചര്യവുമല്ലേ. നമുക്കും ആഗ്രഹത്തോടു കൂടിയിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പറയാം, ഈ അന്ധത മൂടിയ അന്ധവിശ്വാസത്തിൻ്റെ ഇരുൾ പരന്ന ഇടങ്ങളിൽ ജപമാലയുടെ പുണ്യം ഞങ്ങളുടേതാകാൻ കൃപ നൽകണമേ. നമുക്ക് അമ്മയോടൊന്ന് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ജപമാല എന്ന പുണ്യവഴിയെ കൂടുതൽ സ്നേഹിക്കാൻ, അങ്ങനെ അന്ധവിശ്വാസത്തിൻ്റെ ആ കെട്ടുപിണഞ്ഞ അനുഭവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വാസത്തിൻ്റെ കടാശോഭയുള്ള സാക്ഷ്യാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്ന ജീവിതങ്ങളായി മാറാൻ അമ്മ പ്രാർത്ഥിക്കണേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.